ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ വേണ്ടി. കുട്ടിക്ക് നമുക്ക് വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുന്ന സമയത്തൊക്കെ ചായയുടെ കൂടെ കൊടുക്കാൻ വേണ്ടി പറ്റുന്നതും രാവിലെ നമുക്ക് ലഞ്ച് ബോക്സിലും സ്നാക്സ് ബോക്സിലും ഒക്കെ കൊടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് ഇത്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീട്ടിൽ പോകാം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അരമുറി തേങ്ങ കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു വലുപ്പത്തിലുള്ള തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഫുള്ളായിട്ട് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാം. നമുക്ക് ഈ ഒരു തോടുണ്ടാവുമല്ലോ, ഈ ഒരു ചിരട്ട എന്ന് പറഞ്ഞ സാധനം, അതങ്ങ് കളഞ്ഞെടുത്തിട്ട് നമുക്ക് ഇതാ തേങ്ങ മാത്രമായിട്ട് എടുത്ത് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് തേങ്ങ ചിരവിയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. പക്ഷേ അതിനേക്കാളും നല്ല നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെയ്യുന്ന കേട്ടോ. ഇങ്ങനെ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് കടിക്കാൻ കിട്ടും. നമ്മൾ ചിരവിയിട്ട് തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ അത് ആകെ അങ്ങ് കുഴഞ്ഞ മട്ടത്തിലല്ലേ ഉണ്ടാകാൻ. അപ്പോൾ ഇതൊന്നും നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. നന്നായിട്ട് അരഞ്ഞു പോകാനും പാടില്ല. ഇതുപോലെ ചെറിയതായിട്ട് തരിതരിപ്പുണ്ടാവുകയും ചെയ്യണം. അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ചെറിയ രീതിയിൽ കടിക്കാനുള്ള ആ ഒരു വലുപ്പത്തിൽ അതങ്ങ് ആയിട്ട് കിട്ടും. നമ്മൾ ചിരകി കഴിഞ്ഞാൽ മൊത്തത്തിലങ്ങ് അടിഞ്ഞു പോകട്ടെ. വെള്ളം ചേർക്കാനേ പാടില്ല നമ്മളത് ക്രഷ് ചെയ്തിട്ടെടുക്കുന്ന സമയത്ത്. അപ്പോൾ അത് നമ്മളൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതാ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഗോതമ്പ് പൊടി ഇനി ലോ ഫ്ലെയിം ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് അതിൻ്റെ കളർ ഒന്ന് മാറ്റിയെടുക്കണം. ഒരു ലൈറ്റ് ഒരു ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഇളക്കി എടുക്കാം കേട്ടോ. കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കാനും കരിയാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കിയെടുത്തിട്ട് അതിൻ്റെ കളറും ആ ഒരു സ്മെല്ലും ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതേ പലഹാരം തന്നെ റവ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഇതേപോലെ ചെയ്താൽ മതി. റവ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. എന്നിട്ട് നമ്മൾ പിന്നെ ഗോതമ്പ് പൊടി ചെയ്യുന്ന പോലെ തന്നെ കേട്ടോ ബാക്കിയൊക്കെ ചെയ്തെടുക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പം പൊടിയുടെ കളറൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് മാറി, സ്മെല്ലൊക്കെ ഒന്ന് മാറി തുടങ്ങുന്നുണ്ട്. ഒരുപാട് കളർ മാറണ്ട. ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ലൈറ്റായിട്ടൊന്ന് കളറൊന്ന് മാറി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം കേട്ടോ. ഒരുപാട് കളർ മാറ്റിയെടുക്കേണ്ട. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ആകെ അങ്ങ് മാറിപ്പോവും. അപ്പോൾ സംഭവം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്തിട്ട് ഇതൊരു സൈഡിലേക്ക് വെക്കാം കേട്ടോ. അപ്പോൾ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് പഞ്ചസാര ഏകദേശം 2 ടേബിൾ സ്പൂൺ നിറയെ ഉണ്ടാവും കേട്ടോ. ഇനി പഞ്ചസാരയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം നമ്മളെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്താൽ മതി കേട്ടോ. വെള്ളത്തിൻ്റെ പൊടിയോ ഇനി മെൽറ്റ് ചെയ്തിട്ടോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് വെള്ളത്തിന് പകരമായിട്ട് വെള്ളം ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ചേർത്താൽ മതിയേ. നമ്മളിപ്പോൾ ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് വെള്ളം ചേർത്താൽ മതി. അപ്പോൾ ഇതിങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നതൊക്കെ ആ ഒരു സമയത്ത് മിക്സിയിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ പഞ്ചസാര ചേർത്തിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടിയും ചേർത്തിട്ടുണ്ട്. 2 ഏലക്കായും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പഞ്ചസാരയും ഏലക്കായെല്ലാം കൂടി നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മളെ ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിനി ഇതിലേക്ക് ചേർക്കേണ്ടത് ചെറുപഴം കേട്ടോ. ഇനി ചെറുപഴം നിങ്ങളെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റോബസ്റ്റ് പഴം ചേർക്കാം. രണ്ടാണെങ്കിലും നല്ല പഴുത്ത പഴം തന്നെ എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാകാനേ. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ചെറുപഴമാണ്. അത് ഒന്നേ എടുത്തിട്ടുള്ളൂ, ഒന്ന് മതിയാവും കേട്ടോ. ചെറിയൊരു സൈസുള്ള ഒരു പഴം എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ട് 2-3 കഷ്ണമായിട്ട് മുറിച്ചിട്ട് ഇതിലേക്ക് അങ്ങ് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഇതൊന്ന് അടിച്ചെടുക്കാനും ഒന്ന് മാവ് നമ്മൾ ലൂസാക്കി എടുക്കാനും പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. സാധാരണ നോർമൽ വാട്ടറാണ് ചേർക്കുന്നത്. ഏകദേശം 1/4 കപ്പോളം വെള്ളം ചേർക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ചേർത്തിട്ട് മാവ് നല്ല ലൂസായി പോകണ്ട. നോക്കി നമുക്ക് പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാമല്ലോ. അപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് വെള്ളം ചേർക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് നമുക്ക് അടിച്ചെടുക്കണം. അപ്പോൾ പഞ്ചസാര ചേർക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്താട്ടോ നമ്മൾ വെള്ളം ഉരുക്കി ചേർക്കുന്നതാണെങ്കിൽ വെള്ളത്തിന് പകരം അത് ചേർത്ത് കൊടുക്കുക. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പൊടിച്ചിട്ടുള്ള വെള്ളവും ഇതിലേക്ക് ഈ ഒരു സമയത്ത് ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഏലക്കായൊക്കെ നേരത്തെ ചേർത്തിട്ടുണ്ടല്ലോ. ഏലക്കായ പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു സമയത്ത് അങ്ങ് ഏലക്കായും ചേർത്ത് കൊടുക്കാം. പൊടി ഉണ്ടെങ്കിൽ നമുക്കിതാ അടിച്ചെടുത്തതിന് ശേഷം ഈ ഒരു മാവിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിത് നല്ല ലൂസായിട്ട് നമ്മൾ ദോശമാവിൻ്റെ ഒക്കെ ഒരു പാകത്തിനാട്ടോ ഇത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നല്ല ടൈറ്റും അല്ല നല്ല ലൂസും അല്ലാത്ത രീതിക്ക്. അതിലേക്ക് നമ്മളിപ്പോൾ നേരത്തെ ക്രഷ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് നമ്മൾ നേരത്തെ കാണിച്ചു തന്ന ആ ഒരു വലുപ്പത്തിലുള്ള തേങ്ങ തന്നെ എടുക്കണം കേട്ടോ. ഏകദേശം 1 കപ്പ് തന്നെ നമ്മൾ ഈ ഒരു തേങ്ങ ഉണ്ടാവും. ഗോതമ്പ് പൊടിക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1 കപ്പ് തേങ്ങ, ആ രീതിക്ക് തന്നെ എടുക്കാം കേട്ടോ. നമ്മൾ ചിരവി എടുക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെയ്യുന്നതിനാൽ നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ട് നമുക്ക് കടിക്കാനും കിട്ടും. എന്നാൽ അതിനെ കൊണ്ടൊരു ശല്യം ഉണ്ടാവുകയും ചെയ്യില്ല കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ആകെ അങ്ങ് നന്നായിട്ട് അങ്ങ് അരഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്, കടിക്കാനും കിട്ടില്ല. അപ്പോൾ നമ്മളിത് നന്നായിട്ട് തേങ്ങയും കൂടിയും ചേർത്തിട്ട്
മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. നല്ല പാകത്തിന് റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഒരുപാട് ടൈറ്റും ആയിട്ടില്ല, എന്നാൽ ഒരുപാട് ലൂസും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മളിപ്പോൾ തേങ്ങയുടെ കൂടെ തന്നെ ഒരു പിഞ്ചോളം ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ടൈം ഉണ്ടെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഒരു പിഞ്ചോളം ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതാ ഒരു പാത്രത്തിലേക്ക് 1.5 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഓയിൽ വേണമെങ്കിൽ ഓയിലേക്കാം, ഗീ വേണമെന്നുണ്ടെങ്കിൽ ഗീ ആക്കാം കേട്ടോ. അത് രണ്ടിനേക്കാളും ടേസ്റ്റ് ഞാൻ വെളിച്ചെണ്ണയാണ്. ആ ഒരു തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെ ആ ഒരു സ്മെല്ല് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ഉണ്ടാകാൻ. അപ്പോൾ നമ്മളിത് അതിലേക്ക് മാവൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ദൂരം ഒന്ന് പരത്തി കൊടുക്കുക കേട്ടോ. ഒരുപാടൊന്നും ചെയ്യണ്ട, ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. ആ ഒരു സമയം കൊണ്ട് ഇതാ സംഭവം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് കൈ വെച്ചിട്ട് ഒന്ന് തൊട്ട് നോക്കാം കേട്ടോ. ആ ഒരു സമയത്ത് നമ്മളെ കയ്യിലേക്ക് ഒട്ടിപ്പിടിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആട്ടോ, നല്ല സ്മെല്ലൊക്കെ വരും. ആ ഒരു ചെറുപഴത്തിൻ്റെയും തേങ്ങയുടെ ഒക്കെ ആ ഒരു സ്മെല്ല്, ഏലക്കായുടെ ഒക്കെ ഒരു സ്മെല്ല് നന്നായിട്ട് കിട്ടുന്നുണ്ടേ. അപ്പോൾ സംഭവം നല്ല റെഡിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിതാ വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് എത്ര എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും അത്രയും എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള, വാലിട്ടാൽ അലിഞ്ഞു പോകുന്നൊക്കെ പറയില്ലേ, ആ രീതിക്കുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റെസിപ്പി ആട്ടോ ഇത്. അപ്പോൾ കുട്ടികൾക്ക് നമ്മളെ ദോശക്കല്ലിൽ ചെറിയ ചെറിയ കുട്ടി കുട്ടി അപ്പാക്കിയിട്ട് ഉണ്ടാക്കി കൊടുത്തിരുന്നാൽ അവരിത് സ്നാക്സ് ബോക്സിലാണെങ്കിലും ലഞ്ച് ബോക്സിലാണെങ്കിലും ഒന്നുപോലും ബാക്കി വെക്കാതെ ഫുള്ളായിട്ട് കഴിച്ചിട്ട് വരും കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ചൂടൊന്ന് ആറാൻ വേണ്ടി വെയിറ്റ് ചെയ്താൽ ഒന്നുകൂടി നല്ലതാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള നമ്മളെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ, താങ്ക് യു.